ലക്ഷ്മീസ് ഫുഡ് കോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഇതുവരെയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ പ്രസ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ആദ്യം തന്നെ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ലക്ഷ്മി വിമൽ ഫ്രം ലക്ഷ്മി ഫുഡ്. ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് ഒരു പക്ക പാലക്കാടൻ ടേസ്റ്റുള്ളൊരു ഡിഷുമായിട്ടാണ്. ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് സമ്മന്തി എന്നാണ് പറയുക കേട്ടോ. ഞാൻ മറ്റുള്ള ചമ്മന്തിയൊക്കെ ഇട്ടപ്പോൾ ചമ്മന്തി തന്നെയല്ലേ പറഞ്ഞത്, പക്ഷേ ഇത് പക്ക പാലക്കാടിൻ്റെ മാത്രം റെസിപ്പിയാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് ഗാന്ധി എന്നാണ് പറയുക. ഇനി ഇത് എന്തുകൊണ്ടാണ് ഇതിനെ ഗാന്ധി എന്ന് പറയുന്നത്, ഇതിൻ്റെ പേര് വരാൻ കാരണം എന്താണെന്നൊന്നും ചോദിക്കരുത്, എനിക്കറിയില്ല. ഞാൻ ചെറുപ്പം തൊട്ട് വീട്ടിൽ കേൾക്കണ പേരാണിത്. പാലക്കാടിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇതിനെ ഉള്ളി സമ്മന്തി എന്നൊക്കെ പറയുള്ളായിരിക്കും. പക്ഷേ സവാളയും ഇതൊക്കെ ഇട്ട് പച്ചയ്ക്ക് അരയ്ക്കുന്ന ഒരു സമ്മന്തിയാണ്. സമ്മന്തി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ നിൽക്കുകയാണെങ്കിൽ ചിലർക്ക് ചമ്മന്തി എന്നൊക്കെ പറയാം. എന്തായാലും പാലക്കാടുള്ള ഏതെങ്കിലും ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചാൽ ദോശ ഇഡ്ഡലി ഉണ്ടെങ്കിൽ എന്തൊക്കെ ചട്നി ഉണ്ടെങ്കിൽ ഈ ഒരു ചമ്മന്തി ഉണ്ടാവും. അതുപോലെ തന്നെ വീടുകളിലും ഗാന്ധി അരയ്ക്കാതെ പലർക്കും ഭക്ഷണം ഇറങ്ങില്ല. അത്രയ്ക്കും ഇഷ്ടമാണ് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടി ഇത്. ഗോതമ്പ് ദോശയ്ക്ക് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഇതിൽ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ, എന്നിട്ട് നിങ്ങൾ പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പം നമുക്ക് കണ്ടു നോക്കാം ഗാന്ധി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. നമുക്കിന്നൊരു ഗാന്ധി ഉണ്ടാക്കാം. ഗാന്ധി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ ഈ സവാള ഉണ്ടല്ലോ, സവാള വെച്ച്, സവാളയല്ല ശരിക്കും പണ്ടത്തെ കാലത്തൊക്കെ ചെറിയ ഉള്ളിയില്ലേ, കുഞ്ഞുള്ളി, അത് വെച്ച് നല്ല അമ്മിക്കല്ലിൽ നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നതായിരുന്നു ഗാന്ധി. അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ മിക്സിയിൽ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കയ്പ്പ് ടേസ്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ മുഴുവനായിട്ട് അരിഞ്ഞിട്ട് മിക്സിയിലേക്ക് ഇടുക. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, ഈ ഉള്ളിയുടെ ഈ സാധനം എടുത്ത് കളയണം കേട്ടോ. അത് വന്നാൽ ടേസ്റ്റ് നന്നായിരിക്കില്ല. അപ്പോൾ അത് ഒന്ന് എടുത്ത് കളയണം. അത് ഞാൻ ചെയ്തു പറയാൻ വിട്ടുപോയി. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയാണ്. സാധാരണ ഗാന്ധി ഉണ്ടാക്കുമ്പം ഈ തക്കാളിയൊന്നും അങ്ങനെ ചിലയിടത്ത് ചേർക്കാറില്ല, ചിലർ ചേർക്കും. അപ്പം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, എൻ്റെ വീട്ടിലൊക്കെ തക്കാളി ചേർത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തക്കാളി ഇല്ലാത്തതും ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അങ്ങനെയും ചെയ്യാം. ഒരു തക്കാളി ഇങ്ങനെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് തക്കാളി ഇല്ലാതെ ഇഷ്ടമാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ രണ്ടിൽ ഏത് തരത്തിൽ വേണമെങ്കിൽ ചെയ്യാം. ഞാനൊരു തക്കാളി ചേർക്കുന്നുണ്ട്. കാരണം ഗാന്ധി 2 തരത്തിലുണ്ടാക്കും. ചിലർ ചെറിയ ഉള്ളി, മുളക് പൊടി, ഉപ്പ് മാത്രം ഇട്ടരയ്ക്കും. എന്തായാലും ഇത് വതക്കി അരയ്ക്കാൻ പാടില്ല, പച്ചയ്ക്ക് അരയ്ക്കണം, അതാണ് ടേസ്റ്റ്. ചിലർ തക്കാളി ഇടും. അപ്പോൾ അത് ഓരോ സ്ഥലത്ത് ഓരോ തരത്തിലാണ്. എന്താണെങ്കിലും പാലക്കാടിൻ്റെ ഗാന്ധി ഭയങ്കര ഫേമസ് ആണ്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും ഒരല്പം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തു, ഞാൻ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഈ ഉപ്പും മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്തോളൂ. ഇതൊന്ന് അരഞ്ഞ് വരുമ്പോൾ ഒന്ന് ഒതുങ്ങിക്കോളും. ഇതിലൊരു തുള്ളി പോലും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം തക്കാളി കൂടി ഇട്ടിട്ടുണ്ടല്ലോ, തക്കാളിയുടെ ജ്യൂസ് ഇതിലേക്ക് ഇറങ്ങിക്കോളും. അപ്പം തക്കാളി ഇടാത്തവർ ഒരല്പം വെള്ളം ചേർത്ത് അരയ്ക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കി ചെയ്യാം. ഇനി നമുക്കിത് മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചിട്ട് വരാം. നല്ല പേസ്റ്റായിട്ട് അരയ്ക്കണം, ഒരുപാട് തരിയൊന്നും കിടക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ ഗാന്ധി അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ടോ, നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് ഇത് അരച്ചിരിക്കുന്നത്. ഇതിൻ്റെ മണം വരുമ്പോൾ തന്നെ വായിൽ കൂടെ വെള്ളം വരും, അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, ഇതുപോലെ നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് ഇതങ്ങ് സെർവ് ചെയ്യാൻ എടുക്കാം. ഇതാണ് അപ്പോൾ കാണിക്കാൻ വന്നതെന്നൊന്നും വിചാരിക്കേണ്ട, കാരണം സെർവ് ചെയ്യുന്നത് ഇങ്ങനെയല്ല. ഇത് വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കണം. ഇത്രയൊക്കെ വേണമെന്ന് വിചാരിക്കേണ്ട. ആ വെളിച്ചെണ്ണ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ഗാന്ധിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് വേറെ ഒന്നിനും കിട്ടില്ല. ഈ എണ്ണയ്ക്ക് പകരം കുക്കിംഗ് ഓയിൽ ചേർക്കാമോ കടലെണ്ണ ചേർക്കാമോ എന്നൊന്നും ചോദിച്ചാൽ ആരും വരരുത്. ഒരു എണ്ണയും വേറെ അതിനെ സ്യൂട്ട് ചെയ്യില്ല. പെർഫെക്റ്റ് വെളിച്ചെണ്ണ തന്നെയാണ് ഗാന്ധിയുടെ ടേസ്റ്റ്. ഈ ഒരു കോമ്പിനേഷൻ്റെ അകത്ത് ഒരു സാധനം പോലും നിങ്ങൾ മാറ്റരുത്. ചെറിയ ഉള്ളി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അമ്മിക്കല്ലിൽ അരയ്ക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം ചെറിയ ഉള്ളി ഉപയോഗിച്ച് ചെയ്തോളൂ. അല്ലെങ്കിൽ ആ ഉള്ളിയുടെ ഒരു കയ്പ്പ് വരും, അതാണ് പ്രോബ്ലം, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഗാന്ധി ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഇത്രയും ടേസ്റ്റോട് കൂടിയിട്ട് ഇഡലിക്കും ദോശയ്ക്കും പറ്റിയൊരു ചമ്മന്തി വേറെ ഇല്ല. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചമ്മന്തി എന്നല്ല സമ്മന്തി എന്നാണ് പറയാം. ഇപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം വരുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് ഈ ഗാന്ധി.
ഇവിടെ ചട്നിയോ സാമ്പാറോ എന്ത് വേണമെങ്കിലും ഉണ്ടായിക്കോട്ടെ, ഗാന്ധി അരയ്ക്കാതെ ഇഡ്ഡലിയും ദോശയും കഴിക്കുന്ന പരിപാടിയില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് നല്ലൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ഗാന്ധി ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക്